നബിയോടൊരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹ്യും മിൻ സമാ. നബിയോടൊരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹ്യും മിൻ സമാ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അസറിന്റെ സമയത്ത് ഒരു സഹാബി വര്യൻ വന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോൾ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. തങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ഈ സ്വഹാബി വര്യൻ 20 മണിക്കൂർ സമയം മാത്രമാണ് ഈ ലോകത്ത് ജീവൻ അവശേഷിക്കുകയുള്ളൂ. 1 മണിക്കൂർ കഴിയുമ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ റൂഹിനെ വേർപെടുത്തുമെന്നുള്ള യാഥാർത്ഥ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് പ്രവാചകരാണ്. തന്നോട് കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഹാബി വര്യൻ ഇതൊന്നും അറിയാതെ തന്നെ പുഞ്ചിരിയോടുകൂടി പ്രവാചകന്റെ തിരുസവിധത്തിൽ നിൽക്കവേ ജിബ്രീൽ അലൈഹിസ്സലാം ഒഴിയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, തങ്ങൾ അദ്ദേഹത്തോട് പറയൽ തങ്ങൾക്ക് നിർബന്ധമാണ്. ആദരവായ പ്രവാചകർ അദ്ദേഹത്തിന്റെ തോളത്തേക്ക് കൈവെക്കുകയാണ്. നബി തങ്ങളല്ലേ കൈവച്ചത്. വല്ലാത്ത സന്തോഷത്തോടുകൂടി പ്രവാചകന്റെ തോളിലേക്ക് ചാഞ്ഞതാകുന്ന ചെറുപ്പക്കാരന്റെ കാതിൽ മരണത്തിന്റെ മൊഴി അടയാളപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ഇതാ ഈ സമയത്ത് എനിക്ക് നൽകിയിട്ടുള്ള യാഥാർത്ഥ്യത്തെ നിനക്ക് ഞാൻ തിരിച്ചറിവ് നൽകുകയാണ്. 1 മണിക്കൂർ കൃത്യം കഴിയുമ്പോ നിന്റെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്താൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരും കേട്ടോ. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ചെറുപ്പക്കാരൻ പകയ്ക്കുകയാണ്. പെട്ടെന്ന് തന്നെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ദുല്ലനി അലാ അമലിൻ അലാ ഔഫഖി അമലിൻ ഫി ഹാദിഹി الساعة دلني على أوفق عمل في هذه الساعة. ഈ സമയത്ത് ഞാൻ ചെയ്യാൻ ഏറ്റവും ബന്ധപ്പെട്ടതാകുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ ഹബീബേ, അറിയിച്ചു നൽകുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. കറുത്തമ്മലിലുള്ളതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരങ്ങൾ, ഈ സദസ്സിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതാകുന്ന പ്രിയപ്പെട്ട കൊടുവള്ളി നിദേശികളാകുന്ന സഹോദര സഹോദരിമാര് ചേർത്ത് വെക്കേണ്ട പാഠമാണ്. മരണത്തിന്റെ മൊഴി അടയാളപ്പെടുത്തിയത് ഒരു നല്ല ഒരു ഡോക്ടറാണ്. മാരകമാകുന്ന ക്യാൻസർ ബാധിതരാകുന്ന നിങ്ങളോട് ഡോക്ടർ എഴുതി തള്ളുകയാണ്, ഇനി ഇതാ ഒരു ശുശ്രൂഷയ്ക്ക് ആവശ്യമില്ല, തിരിച്ചു പോകണേ, വീട്ടിലേക്ക് പോകണേ, നിങ്ങൾക്ക് ഇതാ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ 2 മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇങ്ങനെ ഒരു അറിയിപ്പ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ് നമ്മുടെ മനസ്സ് പോകുക? ഏതെല്ലാം ചിന്തയിലേക്കാണ് മനസ്സ് പോകുക? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബി വര്യൻ ചോദിക്കുകയാണ്, ദുല്ലനി അലാ ഔഫഖി അമലിൻ ഫീ ഹാദിഹി സആ. ഈ സമയത്ത് എനിക്ക് ഏറ്റവും യോജിച്ചതാകുന്ന ഏറ്റവും അനുയോജ്യമാകുന്ന ഒരു അമൽ, എന്റെ പരലോക ജീവിതം രക്ഷപ്പെടാൻ, ആഖിറം രക്ഷപ്പെടാൻ, ഖബർ ജീവിതത്തിൽ രക്ഷ നേടാൻ, മഹ്ശറിൽ എനിക്ക് തുണ ലഭിക്കാൻ, നാളെ സ്വർഗം നേടാൻ ഉപകരിക്കുന്ന ഒരു അമൽ പറയുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂലിന്
റസൂലിനോട് ചോദിക്കുകയാണ് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ കൊണ്ടുവന്ന ചരിത്രമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബിവര്യനെ ചോദിക്കുമ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇസ്തഖിൽ ബിൽ ഇൽമി നീ വിജ്ഞാനം കരഗതമാക്കാൻ പരിശ്രമിക്കണേ. ഈ ഒരു മണിക്കൂർ സമയം നീ നേടിയെടുക്കേണ്ടത് അറിവാണ്, വിജ്ഞാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹാനായ പാണക്കാടിന്റെ മുത്തൊളിയായിരുന്ന പ്രിയപ്പെട്ട മർഹൂം ഉമർ അലി ശിഹാബ് തങ്ങളുടെ റീഫ്സലിന്റെ പ്രവർത്തകർ എന്തിനാണ് വർഷങ്ങൾ തോറും ഇത്തരത്തിലുള്ള മതവിജ്ഞാന വേദി നടത്തുന്നത്? 3 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മതവിജ്ഞാന വേദി ഈ നാടിന് എന്തിനാണ് സമർപ്പിക്കുന്നത്? മുസ്ലിമേ, ആത്മീയമാകുന്ന ഉയർച്ച കൊണ്ട് നീട്ടുന്ന നേട്ടമാണ് ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ വിജയമെന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കങ്ങോട് കേട്ടപ്പോ പ്രവാചകന്റെ കരം പിടിച്ച് ചുംബിച്ചുകൊണ്ട് അവസാനമായ ഒരു സലാം കൊടുക്കുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം പിടിച്ച് ചുംബിച്ചുകൊണ്ട് എന്നേക്കുമായിട്ടുള്ള ഒരു യാത്ര തിരിക്കുകയാണ്. ഇനി ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഇനി പരലോക ജീവിതം ഇതാ പുൽകാൻ പോവുകയാണ്. 1 മണിക്കൂർ കഴിയുമ്പോ അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് റൂഹ് വേർപിരിയുമെന്ന് പറഞ്ഞത് സാദിഖുൽ മസ്ദൂഖാണ്, കാരുണ്യത്തിന്റെ പ്രവാചകരാണ്, ഈ ഉലകം തന്നെ സൃഷ്ടിക്കാൻ കാരണദൂതരാണ്. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവൻ മാതൃക കാട്ടിയ ഒരേ ഒരു നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത് മരണത്തിന്റെ വിളിയാളം ഉറപ്പാണ്. മദീന പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. വിജ്ഞാന കുതുകികളാകുന്ന സ്വഹാബത്തിന്റെ ഇടയിലേക്ക് അറിവിന്റെ സാഗരം തീർക്കാൻ ആ സദസ്സിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അറിവ് നുകർന്നുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോ നസല ഖാബിദുൽ അർവാഹ് മലക സറായീൽ അലൈഹിസ്സലാം ചിറകടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. ആ സഹോദരന്റെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. സ്വഹാബത്ത് നബി തങ്ങളുടെ ചാരത്തേക്ക് വരുകയാണ്. യാ റസൂലല്ലാഹ്, നബിയേ നബിയേ തുവഫിയ ദാലിക സ്വഹാബിയു യാ ഹബീബല്ലാഹ്. ഏതൊരു മനുഷ്യന്റെ മരണമാണോ പുലരുന്ന പ്രവചനം നടത്തിയത് 1 മണിക്കൂർ മുമ്പ് ഇതാ അദ്ദേഹം ഇതാ മരണപ്പെട്ടു പോയി നബിയേ, വഫാത്തായി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വിഷമിച്ച് നിൽക്കുന്ന സഹാബത്തിനോട്, ദുഃഖിച്ച് നിൽക്കുന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വലൻ യുഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു മനുഷ്യന്റെ റൂഹിനെ വേർപെടുത്തേണ്ട സമയം എത്തിയാൽ ഏത് നാട്ടുകാരനാകട്ടെ, ഏത് വീട്ടുകാരനാകട്ടെ, ഏത് തറവാടിയാകട്ടെ, ഏത് പൊക്കമുള്ളവനാകട്ടെ, ഏത് പൊക്കം കുറഞ്ഞവനാകട്ടെ, ഏത് തടിയുള്ളവനാകട്ടെ, ഏത് കുറുകിയവനാകട്ടെ, എത്ര വലിയ ധനികനായിരുന്നാലും എത്ര വലിയ പാമരനായിരുന്നാലും മരണത്തെ പുൽകുന്നതാണ് സഹാബ. ലാ യസ്തഖിറൂന സഅത വലാ യസ്തഖ്ദിമൂൻ. ആത്മാവിനെ വേർപെടുത്തേണ്ട സമയമെത്തിയാൽ 1 സെക്കൻഡ് പോലും അല്ലാഹു മുന്തിക്കില്ല. 1 സെക്കൻഡ് പോലും റൂഹിനെ അല്ലാഹു പിന്തിക്കുന്നില്ല. എത്ര വലിയ ആലിമായിരുന്നാലും, ഏത് കൊടികുട്ടിയ ഖാദിയായിരുന്നാലും, എത്ര വലിയ പണക്കാരനായിരുന്നാലും, കൊടുവള്ളിയിൽ അറിയപ്പെട്ട ധനികനായിരുന്നാലും, എത്ര വലിയ പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചിരുന്നവനായിരുന്നാലും, എത്ര വയസ്സുള്ളവനായിരുന്നാലും, എത്ര ചെറിയ കുട്ടിയായിരുന്നാലും, വലൻ യുഖിറല്ലാഹു
അല്ലാഹു നഫസാ ഇദാ ജാ അജലുഹാ. ആത്മാവിനെ വെറുപെടുത്തേണ്ട സമയമെത്തിയാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ ഈ ആയത്തോട് ഓതി വെച്ചിട്ട് നബി തങ്ങൾ കരയുന്ന സഹാബത്തിനോട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ വിഷമിക്കണ്ട, സ്വഹാബ ദുഃഖിക്കണ്ട, സ്വഹാബ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. അവസാന ശ്വാസം, അവസാനത്തെ 1 മണിക്കൂർ ഇൽമിന്റെ ശാദ്വല തീരത്ത് അദ്ദേഹം ചെലവഴിച്ചതിന്റെ പേരിൽ ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇൽമിന്റെ സദസ്സിന്റെ മഹത്വം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഇത് വെറുതെ നടത്തുന്ന ഒരു മജ്‌ലിസല്ല. ഈ സദസ്സിൽ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ പങ്കെടുത്താൽ നിങ്ങൾ ഇരിക്കുന്നത് സ്വർഗീയ ഉദ്യാനമാണ്. അതാണ് മജ്‌ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയാൻ കാരണം അതാണ്. സ്വർഗീയ ഉദ്യാനമാണ്. ഇവിടെ വെച്ച് മരിച്ചാൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ റൂഹിനെ ഇല്ലീനിലേക്കാണ് കൊണ്ടുപോകുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സജ്ജനങ്ങളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന തലത്തിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ. അതാണ് തഅ്വ ഉസ്താദ് 4 വരിയിൽ ഈ ചരിത്രം ഉൾപ്പെടുത്തിയത്. നബിയോട് ഒരാളൊരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. നബിയെ ഈ ആൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. അല്ലാഹു ആ മഹത്തുക്കളുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം നമ്മുടെ ഈ സദസ്സിൽ അല്ലാഹു നസീബാക്കുകയും ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ നിയ്യത്ത് വെച്ചിരുന്നോ. ഇൻഷാ അല്ലാഹ് നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി ശഫീഉനാ റസൂലുള്ളാഹി. നല്ല കരുത്തോടു കൂടിയിരുന്നാൽ തീർച്ചയായും വിജയിക്കും. നല്ല നിയ്യത്തോടു കൂടിയിരിക്കും. അല്ലാഹു നമ്മുടെ നിയ്യത്തുകളെ സാധൂകരിക്കട്ടെ. നോമ്പ് നോറ്റില്ലേ എല്ലാവരും? നോറ്റില്ലേ? മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. 1800 ദിവസം നോമ്പ് നോറ്റ പ്രതിഫലം കിട്ടുമെന്നാണ് ഇന്നത്തെ ഒരു നോമ്പിന്റെ പ്രതിഫലമാണ്. 60 മാസം എന്ന് പറയുന്നത് എത്രയാണ്? 1800 ദിവസം. 1800 ദിവസം നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലമാണ് ഇന്നത്തെ ഒരു ദിവസം മിഅ്റാജിന്റെ ഒരു ദിവസത്തെ നോമ്പ് നോറ്റവരെ ലഭിക്കുക. അല്ലാഹു കൂലി നസീബാക്കുമാറാവട്ടെ. അതിലൂടെ തന്നെ പലരും അയ്യാമുസ്സൂദ് കരുതിയവരുണ്ട്. മാഷാ അല്ലാഹ്, അവർക്ക് അടുത്ത പ്രതിഫലം. റമദാനിനെ നോമ്പ് ഖളാ വീട്ടി കരുതിയവരുണ്ട്. അതും വീട്ടിയതിൻ്റെ നേട്ടം. ഇതിന് ഒരുപാട് ഗുണങ്ങൾ. റജബിലെ നോമ്പ് കരുതിയവരുണ്ട്. റജമാസം മുഴുവനും നോമ്പ് സുന്നത്താണല്ലോ. അങ്ങനെ നിയ്യത്ത് വെച്ചവരുണ്ട്. ഇങ്ങനെ 4ഉം 5ഉം നോമ്പിൻ്റെ നിയ്യത്തുകൾ ചേർത്ത് വെച്ച് പിടിച്ച ആളുകൾ വരെ ഇന്നത്തെ ദിവസമുണ്ട്. അല്ലാഹു എല്ലാ നിയ്യത്തുകളും നമുക്ക് വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല നിയ്യത്തോടു കൂടി ഇരിക്കും. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? ഒരു മണിക്കൂർ ഒരു 10 മണി വരെ നിരുന്നാൽ മതി. റാഹത്തായിട്ട് ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്. ഓരോ ശബ്ദം ഇല്ലല്ലോ. ഒന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞു. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ആധുനിക കാലഘട്ടം വളരെയേറെ മലീമസമാണ്. വൃത്തിഹീനമായ കാലഘട്ടമാണ്. നന്മ പരിപൂർണമായി ഒഴിവായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. നന്മ കൊണ്ടുള്ള കൽപ്പനകളില്ല, തിന്മ കൊണ്ടുള്ള വിരോധനങ്ങളില്ലാത്ത കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തെ ആശങ്കയോടുകൂടി കണ്ടു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സ്വഹാബത്തിനെ ഇതേപോലെ ഒരുമിച്ച് കൂട്ടി അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, കൈഫ അൻതും ഇദാ ത്വഗാ നിസാഉകും വഫസഖ ശുബ്ബാനുകും വതറക്തും ജിഹാദകും. ഹദീസ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ഇബ്ദങ്ങൾ ചോദിക്കുന്നു, കൈഫ അൻതും, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? സ്വഹാബത്തിനോട് ചോദിക്കാൻ ഇനിയൊരു കാലഘട്ടം വരും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ അൻതും ഇദാ ത്വഗാ നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന ഒരു കാലഘട്ടം വന്നാൽ. ത്വഗ എന്ന് പറഞ്ഞാൽ പിഴച്ചു പോവുക. വഫസഖ ശുബ്ബാനുകും, നിങ്ങളിലുള്ള യുവാക്കൾ മുഴുവനും തെമ്മാടികളായി പോകുന്നു, റൗഡികളായി പോകുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ. പരിപൂർണമായി ലഹരിയിൽ അടിമപ്പെട്ട ജീവിതം, കള്ളുകുടിക്കുന്നവർ, റൗഡികളാകുന്നവർ,
സ്വന്തം മാതാവിനെ അറുകുല നടത്തുന്നവർ, സ്വന്തം പിതാവിനെ അടിക്കുന്നവർ, ശകാരിക്കുന്നവർ, ചീത്ത വിളിക്കുന്നവർ, കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്നവർ, സമൂഹത്തിൽ മുഴുവനും അശ്ലീലമാക്കപ്പെട്ടതാകുന്ന ശൈലികൾ അവലംബിച്ചുകൊണ്ട് നടക്കുന്നവർ, വഫസഖ ശുബ്ബാനുക്കും നിങ്ങളിലുള്ള യുവാക്കൾ മുഴുവനും തമ്മാടികളായി പോകുന്നവരെ കാലഘട്ടം കടന്നു വന്നാൽ, വതറക്തും ജിഹാദക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിനോടുള്ള ജിഹാദ് പോലും പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ഒന്ന് നന്നാകണമെന്നുള്ള ചിന്ത പോലും ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ അന്ന് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിയിട്ട് ചോദിക്കാൻ, ഏത് സ്വഹാബത്തിനോട്? കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് ഖുർആൻ ഇറങ്ങിയതാകുന്ന ഉമ്മത്തിനെ ചേർത്ത് നിർത്തിയിട്ട നബി ചോദിക്കുന്നത്. നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങളെല്ലാ നന്മകൾ കൊണ്ട് കൽപ്പിക്കുന്നവരും തിന്മയെ തടയുന്നവരുമാണ്. നിങ്ങൾ വലിയ സാലിഹീങ്ങളാണ്, നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണെന്ന് അവർക്കാണ് അള്ളാഹു ഖുർആനിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ആ ഉമ്മത്തിനോട് ചേർത്ത് നിർത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഇനി ഒരു കാലഘട്ടം വരും, അന്ന് പെണ്ണുങ്ങൾ മുഴുവനും പിഴച്ചു പോകും. കൈഫ അൻതും ഇദാ തുഗാ നിസാഉകും വഫസഖ ശുബ്ബാനുകും, നിങ്ങളുള്ള യുവാക്കൾ മുഴുവനും തെമ്മാടികളാകും, ഫാസിഖീങ്ങളാകും. അല്ലാഹു കാക്കുമാറാവട്ടെ. ഹദീസാണിത്, നബിതങ്ങൾ പറഞ്ഞതാണ്, നമ്മൾ പേടിക്കണം. വതറക്തും ജിഹാദകും, നിങ്ങളുള്ളതാകുന്ന ജിഹാദ് ഉണ്ടാവോ ഇല്ല, ധർമ്മസമരം ഉണ്ടാവില്ല, ഇസ്ലാമിന്റെ ആദർശത്തോട് യാതൊരുവിധ പ്രതിബദ്ധതയും ഉണ്ടാവോ ഇല്ല, സ്വന്തം ശരീരത്തിനെ പോലും മെരുക്കിയെടുക്കാൻ തയ്യാറാകാത്ത യുഗത്തിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുമേ. അന്നത്തെ അവസ്ഥ എന്തായിരിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖാലൂ, സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹബീബേ, അങ്ങനെയൊക്കെ ഒരു ലോകത്തുണ്ടാകുമോ ഹബീബേ? ഈ ലോകത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഹബീബേ? സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോകുന്ന ഒരു കാലഘട്ടം, ചെറുപ്പക്കാർ മുഴുവനും തമ്മാടികളായി പോകുന്ന ഈ ഒരു യുഗത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുക? അതൊക്കെ സാധ്യമാകുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഈ മുഹമ്മദ് നിങ്ങളോട് പറയട്ടെയോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെയോ, വഅശദ്ദു മിൻഹു സയകൂൻ, ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കാഠിന്യമാകുന്ന ഒരു യുഗത്തിലേക്ക്, ഒരു തരത്തിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോവുകയും ചെറുപ്പക്കാർ മുഴുവനും തമ്മാടികളായി പോകുന്നതായ ഒരു കാലഘട്ടത്തെക്കാൾ മോശമാകുന്ന യുഗത്തിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ഖാലൂ, സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, വമാ ശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇതിനേക്കാൾ വലുത് ഇനി ഏതാണ് നബിയേ, ഏതാണ് നബിയേ? ചെറുപ്പക്കാർ മുഴുവനും തമ്മാടികളാവുകയാണ്, സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോവുകയാണ്, സ്വന്തം ശരീരത്തോട് പോലും ജിഹാദില്ല, ഇസ്ലാമിക ധർമ്മസമരങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല, സ്വന്തം ശരീരത്തെ പോലും മെരുക്കിയെടുക്കാൻ തയ്യാറല്ല. ഈ നിലയിലേക്ക് ജനങ്ങൾ മോശപ്പെട്ടതാകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. ഇതിനേക്കാൾ വലുതുണ്ടാകുമെന്ന് തങ്ങൾ പറയുകയാണ് എങ്കിൽ അതേതാണെന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് റസൂലേ. വമാ ശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥ ഏതാണ് റസൂലേ? ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, കൈഫ അൻതും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറാ വൽ മുൻകറ മഅറൂഫാ,
ഇനി ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, അന്ന് നിങ്ങളതാ തിന്മകളെ നന്മയായി കാണുകയാണ്, നന്മയെ തിന്മയായി കാണുകയെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞതിനേക്കാൾ മോശപ്പെട്ട ഒരു കാലഘട്ടമാണത്. ഏത് കാലഘട്ടം? നന്മയെ തിന്മയായി കാണും, തിന്മകളെല്ലാം നന്മയായി കാണുന്ന ഒരു കാലഘട്ടം. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന് ഈ സമുദായം പരിപൂർണമായി നേർക്കുനേരെ കാണുകയല്ലയോ? ഇന്ന് സിനിമ കാണലും സീരിയൽ ദർശിക്കലും സിനിമാ പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം നയിക്കലും ഒക്കെ ഹലാലാക്കി കൊണ്ടുവരുന്ന സമുദായമായി ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലയോ? പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്നതാകുന്ന മുസ്ലിമീങ്ങൾ ഇന്ന് സിനിമാക്കാരുടെ പിറകെ ഓടുകയല്ലയോ? അവരുടെ ഡേറ്റിന് വേണ്ടി കട ഉദ്ഘാടിക്കാൻ ആളുകൾ പിറകെ കൂടുകയല്ലയോ? ഒരു കാലഘട്ടത്തിൽ പാണക്കാട് സാദാത്യങ്ങളെ സമസ്തയുടെ സമുന്നതരാകുന്ന ഉലമാക്കൾ കൊണ്ടുവന്ന് കടകൾ ഉദ്ഘാടിച്ചിരുന്ന ആളുകൾ, ജ്വല്ലറികൾ ഉദ്ഘാടിച്ചിരുന്നവർ ഇന്ന് സിനിമാക്കാരുടെ ഡേറ്റിന് പിറകെ ഓടുകയല്ലയോ? നന്മയെ തിന്മയായി കാണുകയാണ്, തിന്മകളെ നന്മയായി കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര ശരിയാ! അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വന്നാൽ ഏറ്റവും മോശപ്പെട്ട യുഗമായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിമീങ്ങളെ വിലയില്ല, ഉലമാക്കളെ വിലയില്ല, സാദാത്യങ്ങളോട് യാതൊരുവിധ വിലയുമില്ല, പുച്ഛമാണ്. അവരൊക്കെ തള്ളിക്കളയാ. അവരൊക്കെ കട ഉദ്ഘാടിക്കാൻ കൊണ്ടുവരുന്നു സുബൈക്ക് മുമ്പാണ്. അരണ്ട വെളിച്ചത്തിൽ കട മുക്കാൽ ഭാഗം ഷട്ടർ താഴ്ത്തിയിട്ടിട്ട് അടിയിൽ കൂടെ എഴഞ്ഞു കയറിക്കണം. എന്നിട്ടൊരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് യാസീൻ ഓതിയിട്ട് 10 നോട്ട് എടുത്ത് റൗണ്ട് ചെയ്ത് 100 രൂപ കൈമടക്കായിട്ട് കൊടുത്തിരിക്കും. 10 മണിക്ക് ചെണ്ടയും മേളയും വലിയ വാദ്യോപകരണങ്ങളുമായിട്ട് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി സിനിമാ നടിയെ കൊണ്ടുവന്ന കട ഉദ്ഘാടിക്കുന്നത് ആരാ? കൊടുവള്ളിയിലെ ഏറ്റവും അറിയപ്പെട്ട സമുന്നത നേതാവ്, രാഷ്ട്രീയ പ്രമുഖൻ, സാമുദായിക വ്യക്തിത്വം, മഹല്ലത്തിന്റെ നേതൃത്വം, 5 ഹജ്ജ് ചെയ്ത വ്യക്തി, പരിശുദ്ധ കഅബയുടെ കില്ല പിടിച്ച വ്യക്തി. അദ്ദേഹം ഇന്നിതാ ഒരു പെണ്ണിന്റെ തോളത്തിടാൻ കൈയിടാൻ വെമ്പൽ കൊണ്ട് നടക്കാൻ. അല്ല ഈ സമുദായത്തിൽ പണം കൂടിയപ്പോഴുള്ള അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ആ പെണ്ണിന് കൊടുക്കുന്നതോ 40 ലക്ഷം 50 ലക്ഷം, ഒരു വിഷയമില്ല, അതിന് ലക്ഷത്തിന്റെ കണക്കൊന്നുമില്ല. പള്ളിക്ക് കൊടുക്കാൻ പൈസയില്ല, മദ്രസകൾക്ക് കൊടുക്കാനില്ല, അള്ളാഹുവിന്റെ ദീനിന് കൊടുക്കാനില്ല, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനില്ല, വിധവകൾക്ക് അത്താണിയാകാനില്ല, യതീംഖാനകൾക്ക് കൊടുക്കാനില്ല, മുതഅല്ലിമീങ്ങളെ സഹായിക്കാനില്ല, ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനില്ല, ദീനിന്റെ സംരംഭങ്ങൾ കൊടുക്കാൻ അവന്റെ കയ്യിൽ പണമില്ല. പള്ളിയുടേതാകുന്ന മാസവരി പോലും കൊടുക്കാത്തതിന്റെ പേരിൽ അവന്റെ പേര് പള്ളിയുടേതാകുന്ന നോട്ടീസ് ബോർഡിൽ മാസങ്ങളായി എഴുതിയിട്ടിരിക്കുകയാണ്. എന്നിട്ടും ഒരു നാണമില്ലാതെ ഉളുപ്പില്ലാതെ ഇന്നും അവൻ നടക്കുന്നത് സിനിമാക്കാരുടെ പിറകെ ഡേറ്റ് ചോദിച്ച് അവരോടൊപ്പം സിനിമ പിടിക്കാൻ, സംവിധാനം ചെയ്യാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ ലക്ഷങ്ങൾ അതിനു വേണ്ടി കൊടുക്കുകയാണ്. ഇത് പുതിയ ഇറങ്ങുന്ന സിനിമകളൊക്കെ നിങ്ങൾ നോക്കി, സംവിധാനം ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ നിൽക്കുന്നത് ഈ ഉമ്മത്താണ്, ഈ സമുദായത്തിന്റെ മക്കളാണ്. സിനിമ പാടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് സിനിമ പിടിക്കാൻ ഇറങ്ങാൻ എങ്ങനെ രക്ഷപ്പെടും സഹോദരങ്ങളെ? മുമ്പത്തെ കാലം പോലെയല്ല. മുമ്പൊരു പടം ഇറങ്ങിയ വല്ലി ഏതെങ്കിലും വഴിക്ക് പോകും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കോടികളുടെ കടമാണ്, കോടികളുടെ കാര്യമാണ് പറയാനുള്ളത്. ഒരു പടം കൊണ്ട് ഇറങ്ങിയ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ 50 കോടി 100 കോടി. ഈ കോടികളൊക്കെ കൊയ്തെടുക്കുന്ന പ്രൊഡ്യൂസുകാരൻ അതിൻ്റെതാകുന്ന കഥകൾ കേട്ടിട്ട് ചെറുപ്പക്കാർ മുഴുവൻ സമ്പത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ, സിനിമാ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, പണച്ചാക്കുകൾ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എങ്ങനെ ഹലാലാകും സഹോദരങ്ങളെ? എങ്ങനെ രക്ഷപ്പെടും? അടുത്ത തലമുറ എങ്ങനെ രക്ഷപ്പെടും? നാളെ ആഖിറ നമുക്ക് കരഗതമാക്കണ്ടേ? ഖബറിനെ കുറിച്ചൊരു ബോധമില്ലേ? മഹ്ശറയെ കുറിച്ച് ചിന്തയില്ലേ? മരണത്തെ കുറിച്ചൊരു ഭയപ്പാടില്ലേ? അല്ലാഹു ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പരിപൂർണമായ സംരക്ഷണം നീ നസീബാക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, കൈഫ അൻതും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറാ വൽ മുൻകറ മഅറൂഫാ. എല്ലാ തിന്മകളെയും നന്മയായി കാണും, എല്ലാ നന്മകളെയും തിന്മയായി കാണും. അങ്ങനത്തെ ഒരു യുഗത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമേ, അത് ഏറ്റവും മോശപ്പെട്ട യുഗമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇത് അന്ന് സ്വഹാബത്ത് കേട്ടിട്ട് ആശ്ചര്യപ്പെടുക, അതിശയിക്കാം. 1400 കൊല്ലം മുമ്പ് ഈ ഹദീസ് ഇന്ന് ഫിറ്റായത് നമുക്ക്. അതാ രസം. ഒരു 100 കൊല്ലം മുമ്പ് ഈ ഹദീസ് ഓതിയാലും അന്നുള്ളവരും വാ വിളിക്കും, എന്താ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ.
150 കൊല്ലം മുമ്പ് ഓതിയാലും അവർ വാവിളിക്കും. കാരണം എന്താ? ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഹദീസ് തീർത്തും വ്യക്തമായി ഇമാം ഗസാലി തങ്ങളെ രേഖപ്പെടുത്തിയ ഹദീസ് നമുക്ക് ഏറ്റവും ഫിറ്റാണ്. അതാണ് ഏറ്റവും രസം. ഈ ഉമ്മത്തിനാണ് കറക്റ്റായിട്ട്. കാരണം ഈ തിന്മകൾ മുഴുവനും ആറാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്കിടയിലാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നന്മകളെയൊക്കെ തിന്മയായി കണ്ടു. മൗലിദ് ഓതുന്നത് മൗലിദൊന്നും ഓതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷം റബീഉൽ അവ്വലിൽ മൗലിദ് ഓതി എത്ര ആളുകൾ ഈ വർഷം റബീഉൽ അവ്വലിൽ മൗലിദ് കറക്റ്റായി വീട്ടിൽ നടത്തിയവരുണ്ട്? പലരും നടത്തിയിട്ടില്ല. യഥാർത്ഥത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ പലരും നടത്തിയിട്ടില്ല. ഹാജിയാരാണ്, അഹ്ലുസുന്നയുടെ പ്രവർത്തകനാണ്. പക്ഷെ ഇപ്പൊ ബിദ്അത്തിന്റെ ചെറിയ ലാഞ്ചന വന്നു തുടങ്ങി. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർഖും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ശറഹുശമായിലടക്കമുള്ള ഗ്രന്ഥങ്ങളിലൂടെ ലോകത്തെ വിളിച്ചു പറഞ്ഞത് തഴവാ ഉസ്താദ് അൽ മവാഹിബുൽ ജലീലിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. മൗലിദ് വീട്ടിന് അകത്തളങ്ങളിൽ പാരായണം ചെയ്യേണ്ടതാണ്. നിന്റെ കടകൾ ഓതുന്നത് പോലെ, നിന്റെ ബിസിനസ് സംരംഭങ്ങളിൽ പാരായണം ചെയ്യുന്നത് പോലെ എല്ലാ കള്ളന്റെ ശല്യത്തെ തൊട്ടും ബലാ ബസീമത്തുകളെ തൊട്ടും കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ടും അസൂയാലുക്കളുടെ അസൂയെ തൊട്ടും മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ടും നിനക്കും കുടുംബത്തിനും കാവലാണ്, കാവലാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊന്നും അറിയാത്തവരല്ല നമ്മൾ, ഇതൊക്കെ അറിയാം. പക്ഷെ എങ്കിലും ഈ വർഷം ഓതാൻ വിട്ടുപോയി. മുമ്പ് നടത്തിയിരുന്നതാണ് സദസ്സ്. ഈ വർഷം ആ വിഷയത്തിലും കൊണ്ടൊരു പുറമോട്ട് പോയി. പലരും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടെന്താ, ഈ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ വർഷവും നടത്തി വരുന്നതാകുന്ന റാത്തീബുകൾ, മൗലിദുകളൊക്കെ ഒഴിവാക്കി അതിനോടൊക്കെ വിമുഖത കാണിച്ചവർ, എന്നാൽ സിനിമ കാണാനും സീരിയൽ കാണാനും ഭക്ഷണം കഴിക്കാനും പാർക്കിലും മാളുകളിലും ബീച്ച് റോഡുകളിലും ഒക്കെ കറങ്ങി നടക്കാനും സമ്പത്ത് യഥേഷ്ടം ചെലവഴിക്കുന്നവർ, വർഷത്തിലുള്ള ടൂർ പാക്കേജുകൾ, ഫാമിലി പാക്കേജുകൾ കൃത്യമായി നടത്തുന്നവർ, അതിനൊന്നും യാതൊരു കോട്ടവും ഉണ്ടായിട്ടില്ല, ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. അതൊക്കെ വളരെ മനോഹരമായ നിലയിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നിങ്ങൾ പറയും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് ആ പഴമയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു നടക്കണം. കൊടുവള്ളി ദേശത്തുള്ളതാകുന്ന സഹോദര സഹോദരിമാർ, ഈ സദസ്സിലുള്ളതാകുന്ന മുഅ്മിനീങ്ങൾ, നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന സമ്പത്ത്, നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതാകുന്ന ഈ ഒരു സൗഭാഗ്യം, മണിമേടകൾ, മാളിക സൗധങ്ങൾ, ഇപ്പോഴുള്ളതാകുന്ന ഈ സാമ്പത്തിക ശേഷിയൊക്കെ ലഭിച്ചത് നമ്മുടെ വിദ്യാഭ്യാസ പുരോഗതി കൊണ്ടല്ല, മറിച്ച് ആത്മീയമായ ഒരു ഉയർച്ച നിങ്ങൾക്കും നിങ്ങളുടെ ഉപ്പാക്കും നിങ്ങളുടെ തലമുറകൾക്കും അവകാശപ്പെടാനുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ വലിയ വിദ്യാഭ്യാസത്തിന്റെ സമുന്നതമാകുന്ന തലങ്ങൾ തേടി സഞ്ചരിച്ചവരല്ല. ഇരിക്കുന്ന പ്രായം ചെന്ന ഒരുപാട് ആളുകളുണ്ട്. താടിരോമങ്ങളും തലയിലെ രോമകൂപങ്ങളും ഒക്കെ നരച്ചവർ. അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു, അൽ ബറക്കത്തു മഅൽ അകാബിർ, നിങ്ങളിൽ പ്രായമുള്ളവരിലാണ് ബറക്കത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നിങ്ങളിൽ പ്രായമുള്ളവരിലാണ് ബറക്കത്ത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ പ്രായമുള്ളതാകുന്ന ആളുകൾ, ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങൾക്ക് ആരോഗ്യപരമായി ക്ഷയം സംഭവിച്ചിട്ടുള്ളതാകുന്ന പ്രയാസമുണ്ടായിട്ടുള്ളത് ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ 30 കൊല്ലം മുമ്പ് ഒന്നുമല്ലായിരുന്നു, 000 ആയിരുന്നു. നല്ലൊരു ഭൂമി പോലുമില്ല സ്വന്തമായിട്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു വീടില്ല, വാർത്ത കെട്ടിടങ്ങളില്ല. ഇന്ന് നല്ല മനോഹരമാകുന്ന കർണാനന്തരമാകുന്ന വീടും സൗകര്യങ്ങളുമൊക്കെ 30-40 കൊല്ലങ്ങൾക്കിപ്പുറം അള്ളാഹു നമുക്ക് നമ്മുടെ മക്കളിലൂടെ, മരുമക്കളിലൂടെ, കുടുംബങ്ങളിലൂടെ അള്ളാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ നേടിയെടുത്ത ആത്മീയത കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പുറകോട്ട് പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാണ്.
നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് കൈമാറി തന്നത് സമ്പത്തല്ല, മറിച്ചെന്താ? 5 വഖത്ത് നിസ്കാരം നിർവഹിക്കണം എന്നാണ്. അതാണ് നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ ബഹുന്ദരാകുന്ന മുദരിസ് ഉസ്താദ് അവറുകൾ സൂചിപ്പിച്ചതും അത് തന്നെയാണ്. ആ നിസ്കാരം നിങ്ങൾ കൈമുതലാക്കി കൊണ്ടുപോകണം, അത് നിങ്ങൾ പുറകോട്ട് പോകരുത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം കടന്നു വരും സ്വഹാബ, അന്നിതാ നന്മ കൽപ്പിക്കുന്നവർ ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്മയെ തിന്മയായി കാണുകയും തിന്മയെ നന്മയായി കാണുന്ന ഒരു യുഗം വരുമേ, അന്ന് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ, സഹാബത്ത് വീണ്ടും ചോദിക്കുകയാണ്, അവകാഇനു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ ഹബീബേ? നന്മയെ തിന്മയായി കാണുന്ന ഒരു യുഗമുണ്ടാകുമോ? തിന്മയെ നന്മയായി കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി വഅശദ്ദു മിൻഹു സയകൂൻ, എൻ്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെയോ, വഅശദ്ദു മിൻഹു സയകൂൻ, അതിനേക്കാൾ വലുത് ഉണ്ടാകും സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, നബിയേ നബിയേ, അതിനേക്കാൾ വലുത് ഇനി ഏതാണ് റസൂലേ? നന്മയെ തിന്മയായി കാണുകയും തിന്മയെ നന്മയായി കാണുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ദുരന്തമാകുന്ന മുഖത്തിൽ നിന്ന് ഇനി അതിനേക്കാൾ വലുത് ഏതാണ് ഉണ്ടാവുക എന്ന് ആദരവായ പ്രവാചകരോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, കൈഫ അൻതും ഇദാ ലം തഅമുറൂ ബിമഅറൂഫിൻ വലം തൻഹൂ അനിൽ മുൻകർ. ഇനി ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, അന്ന് നന്മ കൊണ്ട് ഒരാൾ കൽപ്പിക്കുകയില്ല, തിന്മ കൊണ്ടുള്ള വിരോധനം ഒരാൾക്കും ഉണ്ടാവുകയില്ല. ആരെല്ലാം ഏതെല്ലാം തിന്മകൾ ചെയ്താലും, കള്ളുകുടിച്ചുകൊണ്ട് ചെറുപ്പക്കാർ അഴിഞ്ഞാടിയാലും, ഏതെല്ലാം തിന്മകളിൽ ജനങ്ങൾ അകപ്പെട്ടു പോയാലും, നടുറോഡുകൾ വെച്ചുകൊണ്ട് പരസ്യമായി അണ്ണുപെണ്ണുമായി അന്യപെണ്ണുമായി ചുംബനം നടത്തുന്നത് കണ്ടാലും, അന്യപെണ്ണുമായി ചങ്ങാത്തം മുൽകി തോളിൽ കൈയിട്ടുകൊണ്ട് പരസ്യമായി നടുറോഡിൽ വെച്ചുകൊണ്ട് വിചരിക്കുന്നത് കണ്ടാലും, അത് KSRTC ബസ്സിലാകട്ടെ, അത് കോഴിക്കോടുള്ളതാകുന്ന ബീച്ചിലാകട്ടെ, അത് നടുറോഡുകളിൽ വെച്ചുകൊണ്ടാവട്ടെ, ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ട് അശ്ലീലത പരന്നാലും ഒരാൾ പോലും എതിർക്കാനുണ്ടാവുകയില്ല, ഒരാൾ പോലും അതിനെ മോശമായി പറയുകയില്ല. നന്മ കൊണ്ടുള്ള കൽപ്പന ഉണ്ടാവില്ല, തിന്മ കൊണ്ടുള്ള തടയലും ഉണ്ടാവില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ഇനി ലോകമെത്തും ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത് ഈ പറഞ്ഞതിനേക്കാൾ മോശമായിരിക്കും, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ അവസ്ഥ എത്തിയോ? അതും എത്തി എന്നുള്ളതാണ്. ഇന്ന് നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരെവിടെ? വാദിന്റെ മജ്‌ലിസുകൾ താല്പര്യം വെക്കുന്നവർ എത്ര പേരുണ്ട്? അതൊന്നും താല്പര്യമില്ല. ഈ സദസ്സിൽ തന്നെ സമ്പത്തിന്റെ മടിത്തട്ടിൽ വിരാജിക്കുന്ന കൊടുവള്ളി ദേശക്കാരായ ആളുകൾ എത്ര പേരുണ്ട്? ഒന്ന് എണ്ണി പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നല്ല കാശുള്ള പുത്തമ്പണക്കാരായ ആളുകൾ, കാശുള്ള ഹാജിയാക്കന്മാർ എത്ര പേര് ഈ സദസ്സിലുണ്ട്? നിങ്ങൾ പറയും. കാശുള്ളവനൊക്കെ റാഹത്തായിട്ട് വീട്ടിൽ മലർന്ന് കിടക്കാണ്, നല്ല റാഹത്ത് സുഖമായിട്ട് കിടന്നു. അതിനൊന്നും വയലും വേണ്ട, ഒന്നും വേണ്ട, എല്ലാം കേട്ടു, എല്ലാം തികഞ്ഞു. ഞങ്ങൾക്കിനി ഒരു അറിവും വേണ്ട, ഞങ്ങൾ ഏറ്റവും വലിയ അറിവാളിയായി, ഏറ്റവും വലിയ അറിവുള്ളവനായി. ഇനി ആരുടെയും വിജ്ഞാനം ഞങ്ങൾക്ക് വേണ്ട, ഒരു വാദം ഞങ്ങളിൽ ചെലുത്തുന്നില്ല. കാരണം എന്താ? സമ്പത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗതയിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനുഷ്യൻ അങ്ങനെയാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഏറ്റവും നന്ദി കെട്ട വർഗം മനുഷ്യനാണെന്ന് അള്ളാഹ് തന്നെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. സമ്പത്തിനോട് ഏറ്റവും അത്യാർത്തിയുള്ളവൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ദീനിനോട് താല്പര്യമില്ല, വാദിന്റെ മജ്‌ലിസിനോട് താല്പര്യമില്ല. ജമാഅത്തുകൾക്ക് പണക്കാരായ ആളുകൾ പിറകോട്ടാൻ, അവർ ഫ്രണ്ടിൽ വരൂല, അവരേറ്റവും ബാക്കിലാണ്. പിന്നെ ആരായി വരുന്നത്? ഇടത്തരക്കാരായ ആളുകൾ, ഒന്നുമില്ലാത്ത സാധുക്കൾ. എന്തെങ്കിലും ഒന്ന് കിട്ടുന്നത് വരെ ഏതെങ്കിലും ഒരു ദിക്ർ ചൊല്ലി അല്പം സമ്പത്തൊക്കെ റെഡിയായ പിന്നെ ഹല്ലി വല്ലി, പള്ളിയില്ല, പള്ളിക്കാരുമില്ല, എല്ലാം ഒഴിവാക്കാൻ. പിന്നെ പിരിവുകാരവന്റെ വീട്ടിലേക്ക് വരുന്നത് തന്നെ അവന് വലിയ വിഷമമാണ്. ആര് ചെന്നാലും പറയും, ഇപ്പൊ കച്ചവടമൊക്കെ വലിയ ബിസിനസ്സൊക്കെ ബുദ്ധിമുട്ടാണ്, സാധു ദുആ ചെയ്യണം.
എപ്പോഴും ഈ ഒരു വർത്തമാനം മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ. അത് നമ്മുടെ നാവിൽ നിന്ന് വരാനേ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നൽകിയിരിക്കുന്ന അപാരമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നവരായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ ബക്കറ്റൊന്നും കൊണ്ടുവന്നോളി. ഒരു സദക്ക എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ അള്ളാഹു നമ്മുടെ നിയ്യത്തുകളെ സാധൂകരിക്കട്ടെ. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഉദ്ഘാടന ഭാഷണത്തിനും അല്ലാതെയും ഒക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ലൊരു ബിൽഡിംഗ് പണിയണം. കഴിഞ്ഞ വർഷം പിരിച്ചെടുത്തതാകുന്ന പണം കൊണ്ട് നമ്മൾ വാങ്ങിച്ചെടുത്ത 7 സെന്റ് ഭൂമിയിൽ റിലീഫ് സെല്ലിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി പാവപ്പെട്ടതാകുന്ന രോഗികളായ ആളുകളെ താമസിപ്പിച്ച് നല്ല രീതിയിൽ അവർക്ക് വേണ്ടുന്ന ചികിത്സകൾ നൽകുന്നതിന് വേണ്ടി നല്ലപോലെ ബിൽഡിങ്ങിൻ്റെ സൗദം ഇൻഷാ അല്ലാഹ് നമുക്ക് പണിയണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. 1500 രൂപയാണ് 1 സ്ക്വയർ ഫീറ്റിനുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ എല്ലാവരും സംഭാവന ചെയ്യും. അള്ളാഹു നമ്മുടെ സംഭാവനകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് സദഖ കൊടുക്കും. ഒരാൾ ഒഴിയാതെ സ്ത്രീകളുടെ ഭാഗത്തൊക്കെ നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കും. നോമ്പ് നോറ്റ് അൽഹംദുലില്ലാഹ് ഇജാബത്തിൻ്റെ ഒരു രാവിൽ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഒരു സദസ്സിൽ, ഇൽമിൻ്റെ സദസ്സിൽ നമ്മൾ വന്നിരിക്കുക. തീർച്ചയായും അള്ളാഹു ഉത്തരം തരും. അവന് നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് നൽകും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹുബ്ബു ഹിബ്ബി ഹബ്ബതുൻ ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബൂബഹാ മാ കുല്ലു ഹബിൻ മിൻഹു ലിൽ മാഹാലി ഹാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഉറക്കെ ചൊല്ലിൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖല്ലി ഖല്ലി ഖുല്ലതൽ ഖൈദലാനി ഖൗഫൽ ഖാതിമാ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. അള്ളാഹു ഞങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. പാപങ്ങൾ പൊറുക്കാൻ നിദാനമാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള എല്ലാ സഹോദര സഹോദരിമാരെയും നീ കബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് ഇരുലോകത്തും നസീബാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ളതിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കടാസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ നൽകുന്ന സ്വതക്ക ആഖിറത്തിലേക്ക് ഉപകാരമുള്ള സ്വതക്കയായി കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നോക്ക്, നിങ്ങൾ സ്വഹാബത്തിനോട് നിബിതങ്ങൾ ചോദിച്ചു, കൈഫ അൻതും ഇദാ ലം തഅ്മുറൂ ബിമഅറൂഫിൻ വലം തൻഹു അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കപ്പെടാത്ത, തിന്മ കൊണ്ട് വിരോധനമുണ്ടാകാത്ത ഒരു യുഗത്തിലേക്ക് ഈ ലോകമെത്തും. അന്ന് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അന്നത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താ? സ്വഹാബത്ത് ചോദിക്കുകയാണ്, അവ കാഇനു ദാലിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെയൊക്കെ ഈ ലോകത്തുണ്ടാകുമോ ഹബീബേ? ഇതൊക്കെ സംഭവിക്കുമോ ഹബീബേ? കാരണം അത് ആശങ്കയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പങ്കുവെക്കുന്ന ഒരു ചോദ്യമാണ്. അന്ന് നിലകൊള്ളുന്നത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്ന വളരെ പോസിറ്റീവ് മൈൻഡിലാണ്. നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഉത്തമ സമുദായമാണ് എന്നാണ് അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ആ സമുദായത്തോടാണ് നബിതങ്ങൾ ചേർത്ത് നിർത്തി ചോദിക്കുന്നത്, ഇനി ഒരു കാലഘട്ടം വരും, കൈഫ അൻതും ഇദാ ലം തഅ്മുറൂ ബിമഅറൂഫിൻ വലം തൻഹു അനിൽ മുൻകർ. നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല, തിന്മ കൊണ്ടുള്ള വിരോധനം ഉണ്ടാവില്ല. എന്നാ കാലഘട്ടമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞതാകുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നിട്ട്, കടമുടികൾ ഇരുന്നിട്ട്, അല്ലെങ്കിൽ പരസ്യമായി നടുറോഡുകൾ വെച്ചുകൊണ്ട് ഒരു അന്യ പെണ്ണും പുരുഷനും പരസ്യമായിരുന്നു കൊണ്ട് ചുംബിക്കുന്നത് കണ്ടാൽ ഇതിവിടെ പാടില്ല എന്ന് പറയുന്ന എത്ര ആളുകൾ ഉണ്ടെന്നാണ് എൻ്റെ ചോദ്യം. അതൊക്കെ മൊബൈലെടുത്ത് ഓൺ ചെയ്തിട്ട് വേണേ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ച്
അവൻ്റെ ആവശ്യത്തിന് വേണ്ടി. അല്ലാതെ എതിർക്കുന്ന ഒരു പരിപാടി ഇന്നില്ല, അസ്തമിച്ചു പോയി. ഇതാണ് കാലഘട്ടം. ലാ തഖൂമു സ്സാഅ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ഈ ലോകം അവസാനിക്കില്ല സഹാബ, ഈ ലോകം അവസാനിക്കില്ല സഹാബ. ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്ത ത്വരീഖ ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. ഈ ലോകം അവസാനിക്കില്ല സഹാബ, ഈ ലോകം അവസാനിക്കില്ല സഹാബ. ഹത്താ തുജദൽ മർഅതു ജഹാദൻ നിഹാറാ. പരസ്യമായി പട്ടാപ്പകളിൽ നടുറോഡുകൾ വെച്ചുകൊണ്ട് ആണും പെണ്ണും വ്യഭിചരിക്കുന്നത് കാണാതെ ഒരിക്കലും ഈ ലോകം അവസാനിക്കില്ല സഹാബ. ലാ യുൻകിറു അഹദൻ വലാ യുഗയ്യിറുഹു. ഒരാൾ പോലും അതിനെ എതിർക്കാൻ ഉണ്ടാവില്ല സഹാബ. അതിനെ എതിർത്തിട്ടും കാര്യമില്ല. ആ ഒരു നിലയിലേക്ക് ലോകം എത്തിപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി അവസാന കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സ്സാഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടതാകുന്ന ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല സഹാബ. സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തുവരുന്നതാകുന്ന ഘട്ടം വരുമ്പോ ഏറ്റവും മോശപ്പെട്ട വിഭാഗമായിരിക്കും ഈ ലോകത്തുണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല സഹാബ. അഥവാ അവസാന കാലഘട്ടം കടന്നു വരുമ്പോ അല്ലാഹ് എന്ന് പറയുന്ന ഒരാൾ പോലും ഈ ലോകത്തുണ്ടാവുകയില്ല. പരിശുദ്ധമായ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കൊലികൾ മുഴങ്ങുകയില്ല. പരിശുദ്ധമാക്കപ്പെട്ട റാത്തീബുകളുടെ സദസ്സുകൾ ഉണ്ടാവില്ല. അല്ലാഹു അല്ലാഹു മുഹയ്യദ്ദീൻ റാത്തീബിലൂടെ കേട്ടിരുന്ന നാമങ്ങളല്ലേ, റിഫായി റാത്തീബിലൂടെ ചൊല്ലിയിരുന്ന നാമങ്ങളല്ലേ. ഈ റാത്തീബുകൾ മുഴുവനും അസ്തമിക്കുന്ന യുഗത്തിലേക്ക് ലോകം എത്തിപ്പെടുകയാണ്. ഇന്ന് മൗലിദിന്റെ സദസ്സുകൾ കുറവാണ്. റാത്തീബിന്റെ മജ്‌ലിസുകൾക്ക് ജനങ്ങൾ എതിർപ്പാണ്. അഹ്ലുസ് സുന്നയുടെ ആളുകൾ പോലും അതിൽ നിന്ന് പിറകോട്ട് മാറുകയാ. ഒരു മൗലിദിന്റെ സദസ്സിൽ പോലും പൂർണ്ണമായി പങ്കെടുക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പോലും തയ്യാറാകാത്ത കാലഘട്ടമാണ്. അഥവാ മൗലിദ് ഓതുകയാണ് എങ്കിൽ കേവലം ഒരു ഹിക്കായത്ത് മാത്രം ഓതി നിർത്തുന്ന ഒരു തലത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് ആശങ്കയോടുകൂടി പറയുകയാണ്, ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ്. ഈ ലോകത്തേക്ക് ഒരു കാലഘട്ടം കടന്നു വരും സഹാബ. അന്ന് അല്ലാഹ് എന്ന് പറയാൻ പോലും ഒരാളും ഈ ലോകത്ത് ഉണ്ടാവുകയില്ല. ഈ ലോകത്തിന്റെ അവസാനമാണതെന്ന് നബിയുനാ റസൂലുള്ളാഹി.